റെയിൽവേ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALP 2026 പരീക്ഷയുടെ പൂർണ്ണ ഗൈഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ 11,127 ഒഴിവുകൾ, യോഗ്യത, അപേക്ഷാ പ്രക്രിയ, പരീക്ഷാ തന്ത്രങ്ങൾ എന്നിവ ഞങ്ങൾ ഉൾപ്പെടുത്തും. ഭാവിയിലെ ലോക്കോ പൈലറ്റ് ആകുന്നതിനുള്ള നിങ്ങളുടെ തന്ത്ര ബ്ലൂപ്രിന്റ് ഇതാണ്. ഇതൊരു മികച്ച അവസരമാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALP ആണ് ഈ തസ്തിക. ലെവൽ 2-ൽ 19,900 rupees പെർ മുതൽ ശമ്പളം ലഭിക്കും. ആകെ 11,127 ഒഴിവുകളുണ്ട്. പ്രധാന തീയതികൾ: അപേക്ഷകൾ May 15, 2026 മുതൽ ആരംഭിക്കുന്നു. അവസാന തീയതി June 14, 2026 ആണ്. പരിഷ്കരണം June 17 മുതൽ 26, 2026 വരെയാണ്. ALPക്കുള്ള യോഗ്യത, വിദ്യാഭ്യാസം, പ്രായപരിധി, A1 മെഡിക്കൽ ഫിറ്റ്നസ് എന്നീ 3 വ്യവസ്ഥകളുടെ ഒരു അഭേദ്യമായ ത്രികോണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റുള്ളവ നിങ്ങൾ കണ്ടുമുട്ടിയാലും നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടുന്നതിന് കാരണമാകും. ALPക്കുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ നിങ്ങളുടെ കോഴ്സിനെയും ട്രേഡിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഈ ചാർട്ട് SSLC+ ITI അപ്രന്റീസ്ഷിപ്പ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എന്നിവയിൽ ഡിപ്ലോമ, ബിരുദം എന്നിവയ്ക്ക് ആവശ്യമായ ട്രേഡുകൾ കാണിക്കുന്നു. അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. UR EWSനുള്ള അടിസ്ഥാന പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെയാണ്. OBC നോൺ ക്രീമി ലെയർ വിഭാഗത്തിന് +3 വർഷത്തെ ഇളവ് 33 വയസ്സ് വരെ, SC/ST വിഭാഗത്തിന് +5 വർഷത്തെ ഇളവ് 35 വയസ്സ് വരെ ലഭിക്കും. 2026 ജൂലൈ 1 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത്. മുൻ സൈനികർക്കും റെയിൽവേ ജീവനക്കാർക്കും പ്രത്യേക ഇളവുകൾ ലഭ്യമാണ്. A1 മെഡിക്കൽ ആൻഡ് വിഷൻ ടെസ്റ്റ് വളരെ പ്രധാനമാണ്. 2 കണ്ണുകളിലും കണ്ണട ഉപയോഗിക്കാതെ 6/6 ദൂരക്കാഴ്ച, വർണ്ണക്കാഴ്ച, രാത്രിക്കാഴ്ച, ബൈനോക്കുലർ വിഷൻ എന്നിവ ആവശ്യകതകളിൽ ഉൾപ്പെടുന്നു. കണ്ണട ധരിക്കുന്നതോ ലാസിക് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നതോ നിങ്ങളെ അയോഗ്യനാക്കുന്നു. നിങ്ങളുടെ കാഴ്ചശക്തിയുടെ സ്വയം സ്ക്രീനിംഗ് പ്രഖ്യാപനം നിങ്ങൾ നൽകണം. അപേക്ഷാ പ്രക്രിയയിലെ പ്രധാന കാര്യങ്ങളിൽ വെരിഫിക്കേഷനായി ആധാർ അല്ലെങ്കിൽ ഡിജിലോക്കർ വഴി ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നത് ഉൾപ്പെടുന്നു. ഇത് പ്രക്രിയയെ ലളിതമാക്കുന്നു. നിങ്ങൾ ഒരു അക്കൗണ്ട് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുത്ത RRB മേഖല, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ മാറ്റാൻ കഴിയില്ല. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ RRB സോൺ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കുക, കാരണം നിങ്ങൾക്ക് ഒന്നിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. അപേക്ഷ നിരസിക്കുന്നത് ഒഴിവാക്കാൻ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ ഇവയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ: നല്ല വെളിച്ചത്തിൽ നേരെ നോക്കി വ്യക്തമായ മുഖത്തോടെ ഒരു ഫോട്ടോ എടുക്കുക. വെള്ള പേപ്പറിൽ കറുത്ത മഷിയിൽ അപേക്ഷക ഡിക്ലറേഷൻ എഴുതുക. ചെയ്യരുതാത്ത കാര്യങ്ങൾ: തൊപ്പികൾ, മാസ്കുകൾ, കണ്ണടകൾ എന്നിവ ഉപയോഗിക്കുക. അല്ലെങ്കിൽ പ്രതിഫലിക്കുന്ന വെളുത്ത വസ്ത്രങ്ങൾക്കെതിരെ ഫോട്ടോകൾ എടുക്കുക. ഡിക്ലറേഷനായി വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കരുത്, അത് നിരസിക്കപ്പെടും. ജനറൽ OBC വിഭാഗക്കാർക്ക് 500 rupeesഉം SC/ST EBC ന്യൂനപക്ഷം XM സ്ത്രീകൾ എന്നിവർക്ക് 250 rupeesഉമാണ് പരീക്ഷാ ഫീസ്. യഥാക്രമം 400 rupeesഉം 250 rupeesഉം ഫീസ് റീഫണ്ട് ലഭിക്കാൻ നിങ്ങൾ CBT-1 പരീക്ഷ എഴുതണം. ബാങ്ക് ചാർജുകൾ കിഴിച്ചതിനുശേഷം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ 5 കർശന ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു. CBT-1 സ്ക്രീനിംഗിന് മാത്രമുള്ളതാണ്. CBT-2 ഒഴിവുകളുടെ 15 മടങ്ങ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. CBT-2ന്റെ പാർട്ട് A അടിസ്ഥാനമാക്കി CBAT ഒഴിവുകളുടെ 8 മടങ്ങ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും A1 മെഡിക്കൽ പരീക്ഷയും നടത്തുന്നു. പരീക്ഷാഘടനയിൽ CBT-1 60 മിനിറ്റ് 75 ചോദ്യങ്ങൾ, യോഗ്യത മാത്രം. CBT-2 ഭാഗം A 90 മിനിറ്റ് 100 ചോദ്യങ്ങൾ, മെറിറ്റ് റാങ്കിംഗ്. CBT-2 ഭാഗം B 60 മിനിറ്റ് 75 ചോദ്യങ്ങൾ, ട്രേഡ് ടെസ്റ്റ്, 35% മാർക്ക് നിർബന്ധം എന്നിവ ഉൾപ്പെടുന്നു. തെറ്റായ ഉത്തരങ്ങൾക്ക് 3 പരീക്ഷകൾക്കും 1/3 എന്ന നെഗറ്റീവ് മാർക്കുണ്ടെന്ന് ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ അധിഷ്ഠിത അഭിരുചി പരീക്ഷ CBAT ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമാണ് നടത്തുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. എല്ലാ പരീക്ഷാ വിദ്യാർത്ഥികൾക്കും ഓരോ പരീക്ഷയിലും കുറഞ്ഞത് 42 T-സ്കോർ നിർബന്ധമാണ്. ഷിഫ്റ്റുകളിലുടനീളമുള്ള ബുദ്ധിമുട്ട് വ്യതിയാനങ്ങൾ ക്രമീകരിക്കുന്നതിന് CBT-1, CBT-2 പാർട്ട് A സ്കോറുകളിൽ നോർമലൈസേഷൻ പ്രയോഗിക്കുന്നു. നിങ്ങളുടെ RRB സോൺ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കുക, കാരണം നിങ്ങൾക്ക് ഒന്നിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. കൂടാതെ 5 to 10 വർഷത്തേക്ക് ട്രാൻസ്ഫറുകൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ നൽകുന്ന മേഖലകൾ: തിരുവനന്തപുരം 64 ഒഴിവുകൾ, ചെന്നൈ 186, ബംഗളൂരു 200, സെക്കന്ദരാബാദ് 824+596 ഒഴിവുകൾ എന്നിവയാണ്. ഒഴിവുകൾ കുറവുള്ള പ്രദേശങ്ങളിലേക്ക് അപേക്ഷിക്കുന്നത് മത്സരം വർദ്ധിപ്പിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള അന്തിമ ചെക്ക്ലിസ്റ്റ് ഇതാ. നിങ്ങളുടെ ട്രേഡ് സിലബസിനായി സിലബസും DGT വെബ്സൈറ്റും പരിശോധിക്കുക. ഫീസ് പേയ്മെന്റും ബാങ്ക് അക്കൗണ്ടുമായി നിങ്ങളുടെ ആധാർ ബന്ധിപ്പിക്കുക. ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും പുതുക്കിയ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റുകളും 2025-26 ഉണ്ടായിരിക്കണം. അപേക്ഷിക്കുന്നതിന് ഔദ്യോഗിക വെബ്സൈറ്റുകൾ മാത്രം ഉപയോഗിക്കുക. അവസാന നിമിഷത്തെ തിരക്കൊഴിവാക്കാൻ 2026 ജൂൺ 14 മുമ്പ് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക. നിങ്ങളുടെ യാത്രയിൽ ആശംസകൾ. B+ ടെസ്റ്റ് സീരീസിലൂടെ നിങ്ങളുടെ പരീക്ഷകളിൽ മികച്ച വിജയം നേടൂ. ഇന്ത്യൻ റെയിൽവേക്കും സർക്കാർ പരീക്ഷകൾക്കും
ബി പ്ലസ് നിങ്ങളുടെ ഏറ്റവും വിശ്വസനീയമായ ഡിജിറ്റൽ പഠന പങ്കാളിയാണ്. 4.7 സ്റ്റാർ റേറ്റിംഗുള്ള 10,000-ത്തിലധികം സംതൃപ്തരായ ഉപയോക്താക്കളിൽ ചേരൂ. ഇന്ന് തന്നെ നിങ്ങളുടെ വിജയം ആരംഭിക്കൂ. സൗജന്യ മോക്ക് ടെസ്റ്റ് നടത്തി വ്യത്യാസം അനുഭവിക്കൂ. പ്ലേ സ്റ്റോറിൽ നിന്ന് ബി പ്ലസ് ടെസ്റ്റ് സീരീസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഏതെങ്കിലും പിന്തുണയ്ക്കോ അന്വേഷണങ്ങൾക്കോ നൽകിയിരിക്കുന്ന നമ്പറിലോ ഇമെയിലിലോ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം.